ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ പ്രത്യേകിച്ചൊരു വീഡിയോ ഒന്നുമല്ല, എന്തെങ്കിലുമൊക്കെ വീഡിയോ ഇടണ്ടേ ഗൈസ്. അപ്പോൾ അതുകൊണ്ട് ഒരു കുഞ്ഞു വീഡിയോയുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. എല്ലാവരുടെയും മാക്സിമം സപ്പോർട്ട് ചെയ്യണം. അത് വെച്ചിട്ട് സ്കിപ്പ് ചെയ്തിട്ട് പോകുമോ അല്ലെങ്കിൽ അടുത്ത വീഡിയോയിലേക്ക് പോകുമ്പോൾ ചെയ്യരുത്. വീഡിയോ മുഴുവനായിട്ടും കാണുക തന്നെ വേണം. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ ഞാൻ മുന്നോട്ട് വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പോൾ കഴിഞ്ഞ വീഡിയോക്കൊക്കെ കുറച്ചൊക്കെ വ്യൂസ് കയറി വരുന്നുണ്ടായിരുന്നു. അപ്പോൾ സ്ഥിരമായിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്തതിന് ഇപ്പം അഞ്ചാമത്തെ വീഡിയോ കണ്ടാണെന്ന് തോന്നുന്നു. എൻ്റെ കണക്കൂട്ടലൊക്കെ തെറ്റി ഗൈസ്. ഇനി നിങ്ങൾ കൂട്ടിക്കും, അതേ എനിക്ക് പറയാനായിട്ടുള്ളൂ. ഇന്നും ഞാൻ ഫാനൊക്കെ എടുത്ത് സെറ്റപ്പായിട്ട് വന്നിട്ടുണ്ട് ഗൈസ്. മുകളിലൊക്കെ ഫാനൊക്കെ നിർത്തിയിട്ടുണ്ട്. അപ്പം വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഞാനൊരു കാര്യം പറയുകയാണ്. വീഡിയോയുടെ സൗണ്ടോ ബാക്ക്ഗ്രൗണ്ടോ കാര്യങ്ങളോ ഒന്നും നിങ്ങൾ ശ്രദ്ധിക്കാനായിട്ടൊന്നും ഇല്ലല്ലേ, പാത്രങ്ങളൊക്കെ ഉള്ളൂ. അപ്പോൾ ആരും ശ്രദ്ധിക്കരുതുണ്ട്. അപ്പോൾ ഇനിയും മുന്നോട്ട് വീഡിയോസുകൾ സ്ഥിരമായിട്ട് അപ്ലോഡ് ചെയ്യാനായിട്ട് നിങ്ങൾ ഓരോരുത്തരുടെയും പ്രാർത്ഥന ഉണ്ടാവണം. രാവിലത്തെ ചെറിയൊരു വ്ളോഗാണ് ഇന്നത്തെ വീഡിയോയുമായിട്ട് ഞാൻ വന്നിട്ടുള്ളത്. വലുതായിട്ടൊന്നും വിചാരിക്കരുത്, ചെറിയൊരു വ്ളോഗാണ്. രാവിലെ ഞാൻ കാപ്പി കുടിക്കാനായിട്ടുള്ള രാവിലത്തെ കാപ്പി പുട്ടാണ്. അപ്പോൾ ഇത് എങ്ങനെയെങ്കിലും കഴിച്ചു തീർക്കാനായിട്ടുള്ളൊരു പണിയിലാണ്. എനിക്ക് ആദ്യമൊക്കെ പുട്ട് ഭയങ്കര ഇഷ്ടമായിരുന്നു, പക്ഷേ ഇപ്പം കഴിക്കാനായിട്ട് വലിയ പാടാണ്. കാരണം പഴം ഉണ്ട്, പുട്ടിൻ്റെ കൂടെ പഴവും മുട്ടയൊക്കെ ഇരിപ്പുണ്ട് കഴിക്കാനായിട്ട്. പക്ഷേ ഈ പഴം എനിക്ക് ഞവടി കഴിക്കാൻ പറ്റാത്തത് കൊണ്ട് ഒരു ടേസ്റ്റ് ഇല്ല ഗൈസ്. കരണ്ടി വെച്ചത് കുട്ടിയൊക്കെ എടുത്ത് കോരിയാണ് കഴിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് പുട്ട് എനിക്ക് കഴിക്കും ഭയങ്കര ഇഷ്ടക്കുറവാണ്. ഇപ്പം പലപ്പോഴും ഞാൻ ചിന്തിക്കാറുണ്ട്, ഈ പുട്ടുകുറ്റിയുടെ ചില്ല എവിടെയെങ്കിലും കൊണ്ട് കളഞ്ഞാലോ എന്ന്. പിന്നെ വിചാരിക്കും വേണ്ട, എനിക്ക് പുട്ടും കടലയും കഴിക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള ഗൈസ്. അപ്പോൾ അത് കഴിക്കുന്നുള്ളത് കൊണ്ട് ചില്ല കൊണ്ട് കളയാനും പറ്റില്ല, പിന്നെ പുട്ട് വയ്ക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ നിങ്ങൾക്ക് പുട്ട് ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റായിട്ട് അറിയിക്കണേ. പുട്ട് ഇഷ്ടമില്ലാത്തവരുണ്ടെങ്കിലും കമൻറ്റായിട്ട് അറിയിക്കണേ. എത്ര പേര് പുട്ടിനെ ഇഷ്ടപ്പെടുന്നുണ്ടെന്നും പുട്ടിനെ ഇഷ്ടപ്പെടാത്തവരുണ്ടെന്നും നമുക്ക് നോക്കാം. എന്നും പറഞ്ഞ് ഞാൻ കഴിക്കാതെ ഇരുന്നിട്ടില്ല ഗൈസ്, മുഴുവനായിട്ടും കഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നലെ ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു പെർഫ്യൂമിനെ പറ്റിയും അത്തറിനെ പറ്റിയിട്ടും. നിങ്ങളെല്ലാവരും ആ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു വീഡിയോ കാണണം. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒരു രക്ഷയില്ലാത്ത ആ ഒരു പെർഫ്യൂമാണെന്നും ഭയങ്കര മണമാണെന്നും. സംഭവം വല്ലാത്തൊരു ഫീലാണ് ആ ഒരു പെർഫ്യൂമിന്. അപ്പോൾ ആ ഒരു പെർഫ്യൂം യൂസ് ചെയ്താൽ ഒരു ദിവസം മുഴുവനും അതിൻ്റെ ആ ഒരു മണം നിലനിൽക്കുമെന്നാണ്. ഞാൻ യൂസ് ചെയ്തിട്ട് നല്ലൊരു റിസൾട്ട് കിട്ടുന്നുണ്ട് ആ ഒരു പെർഫ്യൂമിൽ. അപ്പം ഞാൻ അങ്ങനെ അധികമൊന്നും യൂസ് ചെയ്യാറില്ല. പുറത്തൊക്കെ പോകുമ്പോഴും എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോഴാണ് ഞാൻ യൂസ് ചെയ്യാറ്. കടയിലൊക്കെ നിൽക്കുമ്പോഴൊന്നും ഞാൻ അങ്ങനെ യൂസ് ചെയ്യാറില്ല. എൻ്റെ ചാനലിൽ ഡോളറൊക്കെ ചെറുതായിട്ട് കയറി വന്നിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കംപ്ലീറ്റ് ചെയ്തിട്ട് ആ ഒരു പൈസ എടുക്കാം എന്നുള്ളൊരു ചിന്തയിൽ ഡെയിലി വീഡിയോ ഇടാം എന്നുള്ളൊരു ഇതിലാണ്. നിങ്ങൾ ഓരോരുത്തരുടെയും സപ്പോർട്ട് ഉണ്ടാവണം.